മഴക്കാലത്ത് ഈ 5 തെറ്റുകൾ ചെയ്താൽ കുടുംബത്തിൻ്റെ ആരോഗ്യം അപകടത്തിൽ. നാച്ചുറൽ ഡ്രോപ്സ് അക്വ ടെക്നോളജിയിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ, ദ വാട്ടർ എക്സ്പെർട്ട്. കേരളത്തിൽ മഴ ശക്തമായി തുടരുകയാണ്. മഴയോടൊപ്പം കാണാനാവാത്ത ഒരു അപകടം കൂടെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്: മലിനമായ കുടിവെള്ളം. നിങ്ങൾ ഈ 5 തെറ്റുകളിൽ ഏതെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നാമത്തേത്, കിണർ മൂടി വയ്ക്കാതിരിക്കൽ. മഴവെള്ളത്തോടൊപ്പം മണ്ണ്, മലിനജലം, ഇലകൾ, കീടങ്ങൾ, പക്ഷികളുടെ വിസർജ്യം പോലുള്ളവ കിണറ്റിലേക്ക് എത്താം. ഇതിലൂടെ ബാക്ടീരിയകൾ, മറ്റ് രോഗാണുക്കൾ വെള്ളത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കിണർ എപ്പോഴും മൂടി വയ്ക്കുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, വെള്ളം പരിശോധിക്കാതിരിക്കൽ. വെള്ളം തെളിഞ്ഞ് കാണുന്നതുകൊണ്ട് മാത്രം ശുദ്ധമാണെന്ന് ഉറപ്പിക്കാനാവില്ല. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഈക്കോളി പോലത്തെ ബാക്ടീരിയകൾ വെള്ളത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായ ഇടവേളയിൽ, പ്രത്യേകിച്ച് മഴക്കാലത്ത്, വെള്ളം പരിശോധിച്ച് ശുദ്ധമാണെന്ന് ഉറപ്പാക്കുക. മൂന്നാമത്തെ കാര്യം, വാട്ടർ പ്യൂരിഫയർ കൃത്യസമയത്ത് സർവീസ് ചെയ്യാതിരിക്കൽ. അതായത് സെഡിമെൻറ്റ്, കാർബൺ പോലുള്ള ഫിൽറ്ററുകളിൽ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ അത് വാട്ടർ പ്യൂരിഫയറിൻ്റെ പെർഫോമൻസിനെ സാരമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചില മോഡൽസിൽ ബാക്ടീരിയ ഗ്രോത്തിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൃത്യസമയങ്ങളിൽ വാട്ടർ പ്യൂരിഫയർ സർവീസ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ 3500-4000 രൂപയ്ക്കൊക്കെ RO, UV, UF, കോപ്പർ, ആൽക്കലൈൻ എന്ന് വേണ്ട സകല ലിസ്റ്റോട് കൂടിയിട്ടുള്ളൊരു വാട്ടർ പ്യൂരിഫയറൊക്കെ ഓൺലൈനിൽ വാങ്ങുമ്പോൾ അതിലൊക്കെ എന്ത് വിശ്വാസ്യതയാണെന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, അതിനേക്കാൾ കൂടുതൽ തമ്പുരാനറിയാം. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ പ്രത്യേകിച്ച് കൃത്യമായ ഇടവേളകളിൽ അത് സർവീസ് ചെയ്യുക. അതിൽ പേരിലും അല്ലെങ്കിൽ സ്റ്റിക്കറിലും മാത്രമേ ഈ കാണുന്ന ഫെസിലിറ്റിയൊക്കെ കാണുള്ളൂ. അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലെ ഓൺലൈനിൽ വാങ്ങിച്ച സാധനങ്ങൾ കട്ട് ചെയ്ത് അതിനകത്ത് എന്താണുള്ളത് എന്നുള്ളത് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ടൈം കിട്ടുകയാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നാലാമത്തെ കാര്യം, മേലത്തെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാതിരിക്കൽ. മഴക്കാലത്ത് പൊതുവേ ഇതുപോലുള്ള മാലിന്യങ്ങളുള്ള വെള്ളം ഇതിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെളി, മണ്ണ്, ബയോഫിലിം പോലുള്ള സാധനങ്ങൾ അതിൽ സെറ്റിൽഡായി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും കൃത്യമായിട്ട് ഈ സാധനം ക്ലീൻ ചെയ്യുക. അതിലൂടെയും നമുക്ക് രോഗാണുക്കൾ താഴെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഞ്ചാമത്തെ കാര്യം, വെള്ളപ്പൊക്കം ബാധിച്ച ഏരിയയിലെ കിണർ വെള്ളം നേരിട്ട് ഉപയോഗിക്കൽ. ഇത് പൊതുവേ നമ്മൾ ഒരു ക്ലോറിനേഷൻ, ഒരു കൃത്യമായ ഇടവേളകളിൽ കിണർ വെള്ളത്തിന് ക്ലോറിനേഷൻ ആവശ്യമാണ്. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് 1000 ലിറ്ററിന് 2.5 ഗ്രാം എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ മഴക്കാലത്ത് ഇതുപോലെ വെള്ളപ്പൊക്കം ബാധിച്ച സമയങ്ങളിലാണെങ്കിൽ നമുക്കത് സൂപ്പർ ക്ലോറിനേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യേണ്ടി വരും. പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട. അതായത് നോർമൽ ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി, 1000 ലിറ്ററിന് 5 ഗ്രാം എന്നുള്ള നിലയ്ക്കാണ് ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യേണ്ടത്. ആ ബ്ലീച്ചിങ് പൗഡർ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയ ശേഷം അത് അടിഞ്ഞുകൂടി അതിൻ്റെ മേലത്തെ തെളി മാത്രം എടുത്ത് മറ്റൊരു ബക്കറ്റിലേക്ക് ഒഴിച്ച് ആ കിണറിലേക്ക് ഇറക്കി നന്നായിട്ട് കുത്തി ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് സൂപ്പർ ക്ലോറിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് വെള്ളം പരിശോധിച്ച് അതിൽ ബാക്ടീരിയകളൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കാനുള്ളത് പൊതുവെ ഒരു ആവറേജ് കിണറിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഓരോ പടവുകളും 1000 ലിറ്ററായിട്ട് നമുക്ക് കണക്കാക്കാം. കിണറിൻ്റെ വ്യാപ്തി കൂടുന്നതനുസരിച്ച് ലിറ്ററിൻ്റെ സ്റ്റോറേജ് ചിലപ്പോൾ അത് 2000 ആവാനും സാധ്യതയുണ്ട്. ഒരു ആവറേജ് കിണറിൻ്റെ കണക്ക് പ്രകാരമാണത്. പിന്നെ അത് അളവ് കണക്കാക്കാനുള്ള മാർഗം πr²h എന്നുള്ള ഫോർമാറ്റിലൊക്കെ ആണ്. അത് സ്കൂളിലൊക്കെ പഠിച്ചതാണ്. എന്നാലും ഒരു ആവറേജ്, ഒരു പടവിന് 1000 ലിറ്റർ എന്നുള്ള കണക്കിൽ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കിയിട്ട് ക്ലോറിനേഷൻ ചെയ്യാം. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തെ മഴക്കാലത്ത് ജലജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. കൂടുതലറിയാൻ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്